ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ നമുക്കിതുവരെ റിവേഴ്സൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ലിക്വിഡിറ്റിയിൽ നിന്ന് നമുക്കൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി താഴത്തേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അതല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. മുകളിൽ നമുക്ക് 24,592 ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇൻ കേസ് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ലിക്വിഡിറ്റിയിൽ നിന്നും നമുക്കൊരു റിവേഴ്സൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടിയാൽ മാത്രം നമുക്ക് താഴത്തേക്ക് ഒരു ട്രേഡ് എടുക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്നൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, പക്ഷേ റിവേഴ്സൽ കിട്ടിയിട്ടില്ല. എന്തായാലും ഇവിടുന്നൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു എൻട്രി എടുക്കാം. ഇപ്പോൾ ടൈം 10:11 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ റിവേഴ്സൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തേക്കാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു താഴത്തേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫാളിംഗ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് സോണിൽ ഒരു FEGയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആകെ ഒരു FEG ആണ് വരുന്നത്. അതിന് മുകളിലുള്ള ആ ഒരു ഫസ്റ്റത്തെ റെഡ് ക്യാൻഡിലും തേർഡ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലും തമ്മിലുള്ളത് ഓൾറെഡി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ഒരു FEG എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഏരിയയാണ്. ചെറിയ FEG എന്ന് പറഞ്ഞാൽ അത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസുകൾ കുറവാണ്. എങ്കിലും നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഈ ഒരു FEG ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള FEG ഏരിയ ക്രോസ് ചെയ്ത് ആ ലെവലിലേക്ക് നമ്മുടെ ആ 50% ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രീമിയം സോണിലാണ് നമ്മൾ താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രൈസ് ആ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 10:28 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി താഴത്തേക്ക് വന്നപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും തമ്മിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഹൈയും ലോയും തമ്മിൽ നമ്മൾ വെച്ചപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു പ്രീമിയം സോണിൽ തന്നെയാണ് നമ്മുടെ FEG ഇപ്പോൾ വരുന്നത്. കാരണം കുറച്ചും കൂടി താഴത്തേക്ക് വീണുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. എന്തായാലും ടാർഗറ്റായിട്ട് ഒരു 1:3 ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ പ്രൈസ് എന്തായാലും ഈ ഒരു FEGയിലേക്ക് എന്തായാലും എത്തിയിട്ടാണ് താഴത്തേക്കുള്ള ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫസ്റ്റത്തെ ട്രേഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തായാലും വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 7 പോയിൻറ്റ്സ് നമുക്ക് റിസ്ക് വരുന്നുള്ളൂ. എന്തായാലും ടാർഗറ്റ് നമ്മൾ വയ്ക്കുമ്പോൾ എന്തായാലും ഒരു 1:3 ഫസ്റ്റത്തെ ഒരു ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. ഇൻ കേസ് നമ്മൾ ഫസ്റ്റത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്ത് കൊണ്ടുവരാം. ഓൾമോസ്റ്റ് 1:5 ടാർഗറ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ എടുത്ത പോലെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് എന്തായാലും 1:3 ടാർഗറ്റ് തന്നെ ഇരിക്കട്ടെ എന്തായാലും. അപ്പോൾ നമുക്ക് ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം 10:32 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലെവലിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല 3 ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു IDX ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ FEGയിലേക്ക് എത്തണയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ ഒരു സെല്ലേഴ്സിന് ഇപ്പം നമുക്കൊരു ബെയർ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നവരെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് IDX ആയിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി മെയിനായിട്ട് നടക്കാൻ പോകുന്ന കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് മുകളിലേക്ക് വന്ന് ആ IDX എടുത്ത് ആ FEG എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് വരാനുള്ള ചാൻസുകളാണ് കൂടുതൽ. കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും IDXന് മുകളിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:45 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ IDX സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു FEGയിലേക്ക് പോയി കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് പോകാനുള്ള ചാൻസുകളാണ് കൂടുതൽ. ഇപ്പോൾ ഓൾറെഡി എൻട്രി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും ഈ ഒരു ക്യാൻഡിൽ ഒരു ക്ലോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, FEGയിലും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റ് താഴത്തേക്കാണ് വരാനുള്ളത്.
ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നുള്ളൂ. ഇൻ കേസ് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ തന്നെ നമുക്ക് മുകളിലൊരു ലെവലും കൂടി നമുക്കുണ്ട്. ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 more ട്രേഡ് കൂടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുകളിൽ നിന്ന് ഒരു ബെയറിഷ് ട്രേഡ് കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ചെറിയൊരു FEG ആയിരുന്നു. നമ്മളെന്തായാലും ചെറിയൊരു ട്രേഡ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ട്രേഡ് എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പുതിയൊരു ലെവലിൽ ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ആ ഒരു ഹൈ ആ വിക്ക് സ്വീപ്പ് ചെയ്ത് നമ്മുടെ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നൊരു ട്രേഡ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളത് ഡേ ഹൈയുടെ മുകളിലാണ്. ഇൻ കേസ് സ്വീപ്പ് ചെയ്താൽ തന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് നമ്മൾ എന്തായാലും 1:3 തന്നെ ടാർഗറ്റ് വയ്ക്കുന്നത്. ഡേ ലോ ആ ഒരു 10-20 ആ സ്വിങ് ലോ ആണ് നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:3 ടാർഗറ്റ് നമുക്കിവിടെ ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എന്തെങ്കിലും വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 9 to 11 പോയിൻറ്റ്സാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓൾറെഡി 7 പോയിൻറ്റ്സ് ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 9 പോയിൻറ്റ്സ് കൂടി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ഒരു ട്രേഡും കൂടി നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. രണ്ടാമത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് ഇനി ഒരു ട്രേഡ് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു ദിവസം 2 സ്റ്റോപ്പ് ലോസ് എന്തായാലും മതി. എന്തായാലും നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റാണോ. ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തായാലും വരുന്നുള്ളൂ. എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ആവണമെങ്കിൽ എന്തായാലും ഫസ്റ്റത്തെ ലോസ് എന്തായാലും നമുക്കിവിടെ റിക്കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ടൈം 11:37 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി കിട്ടിയതിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ ടെലിഗ്രാം ചാനൽ കൊടുത്ത 24,650 പുട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15 പോയിൻറ്റ്സിന് മുകളിൽ നമുക്ക് ഒരു സേഫ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സായി നമ്മുടെ മാർക്കറ്റ് ഈ ഒരു സെക്ഷനിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1:3 ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടാനുള്ളത്. അപ്പോൾ എന്തായാലും ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എന്തായാലും വരുന്നുള്ളൂ. ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ് അടിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കാം. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 1:24 കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ട്രേഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 80% ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് പോയത്. ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സിന് മുകളിൽ നമുക്ക് ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിലും ഒരു ജാക്ക് പോട്ട് ട്രേഡ് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ഒരു 1:3 ടാർഗറ്റ് പോലും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ മോർണിംഗ് സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ 24,592 ഏരിയയിൽ ഇപ്പോൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ടൈം 1:52 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മുകളിലേക്കൊരു ട്രേഡാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ പ്രീവിയസ് സിംഗിലോ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് മുമ്പത്തുള്ള ഒരു ബുള്ളി സൈഡിലേക്കുള്ള FEG നമുക്കൊരു മുകളിലേക്കൊരു ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ആ സ്വിങ്ങിലോടെ താഴെയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ആ സ്വിങ്ങിലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സലായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴത്തേക്കാണ് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ളത്. പക്ഷേ നമുക്ക് അത് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്കൊരു ട്രേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ സെയിം 1:3 ടാർഗറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. ഇതായിരിക്കും നമ്മൾ ലാസ്റ്റ് ട്രേഡ്. ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2:24 ആയിട്ടുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേർഡ് ട്രേഡ് നമുക്ക് 1:3 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് മോർണിംഗ് സെക്ഷൻ തുടങ്ങി ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ബെയറിഷ് ട്രേഡും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നമുക്കൊരു ട്രേഡ് നമുക്ക് ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് നമുക്ക് സ്വീപ്പ് കിട്ടിച്ചെന്ന ഏരിയയിൽ നമുക്കൊരു ബുള്ളിഷ് FEGയിൽ നമുക്ക് ഒരു ബുള്ളിഷ് ട്രേഡ് തന്നെ നമ്മൾ ട്രൈ ചെയ്തു. അത് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് ഇനി ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് താഴത്തേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. എന്തായാലും ഓൾമോസ്റ്റ് 2 സ്റ്റോപ്പ് ലോസ് അടിച്ചു. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. അതിന് പകരമായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ബുള്ളി സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ട്രേഡ് ഫെയിൽ ആയിട്ടുണ്ട്.
ഒരു ട്രേഡ് 1:3 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. കാരണം നല്ല നല്ല ലെവൽസുകളും നല്ല നല്ല ട്രേഡുകളും നമ്മൾ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.